പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം വൈദികർക്ക് ഗുരുവായിരിക്കുന്ന വന്യ ശ്രേഷ്ഠ പുരോഹിതനാണ് വൈലേശൻ. അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ആളുകളും ദുഃഖത്തോടുകൂടി ഞാൻ സ്മരിക്കുന്നുണ്ട്. 11 വർഷക്കാലം മടവാൾ സെമിനാരിയിൽ മലയാള അധ്യാപകനായിരുന്നു. ഇപ്പം ഞാനവിടെ സ്റ്റുഡൻ്റായിരുന്നു. എൻ്റെ ബാക്കിയുള്ളവരൊക്കെ പെരുന്നോട്ടം പിതാവും ഒക്കെ ശിക്ഷകണത്തിൽപ്പെട്ട ആളാണ്. കൂടാതെ SP കോളേജിൽ 8 വർഷത്തോളം തന്നെ അധ്യാപകനായിരുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ആൾ ഇപ്പോൾ എൻ്റെ സമീപത്ത് നിൽക്കുന്നത് മൊൻസിഞ്ഞോർ ആലിംഗലാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് ഉള്ള ഒരു മോൺസിഞ്ഞോറാണ്. അദ്ദേഹത്തിനെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ കരുതുകയാണ്. എന്തായാലും ശരി, വലിയ ഒരു ശിഷ്യ സമ്പത്തിൻ്റെ ഉടമ. അത് മാത്രമല്ല, ആ ശിഷ്യന്മാർക്കെല്ലാം ഒരുപോലെ സ്നേഹമുള്ള ഒരു വ്യക്തി. ആദരവ് അല്ലെങ്കിൽ ഭയം എന്നതിനൊക്കെ ഉപരിയായി ഒരു കൂട്ടുകാരനെ പോലെ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എന്ന കാര്യം ഓർക്കുകയാണ്. ഞാൻ സെമിനാരി ചേരുന്ന ഘട്ടങ്ങളിലൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്ന ഉജ്ജ്വല വാഗ്മിയായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ CT വയലിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അന്ന് താരതമ്യം ചെയ്യാത്ത വാക്കുവിലാസം, ഭയങ്കരമായ ഉജ്ജ്വലമായ പ്രസംഗം കേരളത്തിലുടനീളം നടന്ന് പ്രസംഗിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് വലിയ ഒരു ധ്യാനഗുരു സ്പീക്കറിലായിരിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബവും വയലിൽ കുടുംബവും തൊട്ട് അയൽവക്കക്കാരായതുകൊണ്ട് ഒരുപാട് അടുത്ത അനുഭവങ്ങൾ ആ കുടുംബത്തോടും കുടുംബത്തിൽ ബന്ധപ്പെട്ടവരും സിസ്റ്റേഴ്സിനോടും ഒക്കെയുള്ള ആ അടുപ്പം ഞാൻ ഓർക്കുകയാണ്. തോമസ് അച്ഛൻ ഇപ്പോൾ എൻ്റെ കൂടെ വരേണ്ടതാണ്. അച്ഛനോ താമസിയാതെ ഇങ്ങോട്ട് എത്തും. ഇവിടെ അയർക്കുന്നത് തന്നെയാണെങ്കിലും ഒരു പൗരോഹിത്യ സൗഹൃദ സംഘം തന്നെ ഉണ്ടായിരുന്നു. കുന്നത്തേടച്ഛന് മരിച്ചുപോയ ആൻ്റണി അച്ഛന് ഇവിടെയൊക്കെ ഒരു വലിയ ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ജോർജ് കുന്നത്തേടച്ഛന്, തോമസ് പുതിയടത്തലച്ഛന്, ഇവരൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് അയർക്കുന്നിട്ട് നരുവേലി പള്ളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്നിച്ച് കൂടുക പതിവായിരുന്നു. അതിനിടയിലെല്ലാം നർമ്മരസത്തോടുകൂടി എല്ലാവരെയും കൊണ്ടു നടക്കുന്ന ഏറ്റവും ഹൃദയനായ ഒരു വ്യക്തിയും അതേസമയം വലിയ പണ്ഡിതനുമായിരുന്നു വയലച്ചെന്ന കാര്യം ഓർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അച്ഛൻ്റെ ശിഷ്യഗണത്തിൻ്റെ അംഗമെന്ന് മാത്രമല്ല, പുതിയടത്ത് കുടുംബത്തിൻ്റെ പേരിൽ കൂടിയാണ്. കാരണം നമ്മൾ തൊട്ട അയൽവക്കംകാരാണ്. എൻ്റെ അപ്പന് സ്ഥലം വിറ്റ് പോയി പങ്ങടയ്ക്ക് പോയ ആ സ്ഥലം വയലിൽ കുടുംബമാണ് വാങ്ങിച്ചെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ അങ്കിൾമാരൊക്കെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അഭേദ്യമായ അയൽബന്ധം വളരെ കൃത്യമായിട്ട് പാലിച്ചു പോരുകയും അത് ഒരു സ്നേഹാതിലൂടെ അംഗീകരിക്കുകയും അച്ഛൻ വരുമ്പോഴൊക്കെ എല്ലായിടത്തും കയറി ഇറങ്ങി പോവുകയും എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. പുതിയ കുടുംബത്തിൻ്റെ എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം. എന്നെ കാണുമ്പോൾ ഓരോരുത്തരെക്കുറിച്ച് ചോദിക്കുക പതിവുണ്ട്. ഉള്ള മറ്റ് അയൽ കുടുംബങ്ങളെല്ലാം വ്യക്തിപരമായി എല്ലാവരെയും അറിയുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിനൊരു ജനകീയ മുഖമുണ്ടായിരുന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ തീരെയില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായും ഈ ഹൃദയത്തിൻ്റെ ഭാവം ഈ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങളും അത് പങ്കുചേരുകയാണ്. ഗുരുനാഥന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഈ ജീവിതകാലത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വർഷങ്ങൾ അമേരിക്കയിലായിരുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ പറയുവാൻ വെച്ചാൽ അച്ഛൻ ഇവിടെ ഇല്ലാത്ത ഇവിടെ ഒരു വലിയ നഷ്ടമാണ് എന്നിങ്ങനെ പറയുമായിരുന്നു. കാരണം അത്രയും ഒരു ഇടവിളയൊക്കെ ഉത്തേജിപ്പിച്ച് നടന്നിരുന്ന ആളുകൾക്ക് വലിയ ഉന്മേഷം നൽകിയിരുന്ന നല്ല വചനപ്രഘോഷകനായി വ്യാപരിച്ചിരുന്ന കാര്യം ഞാൻ ഓർക്കാറുണ്ടായിരുന്നു. അവസാന നിമിഷത്തിലും ഞാനൊന്ന് വരാൻ താമസിച്ചപ്പോൾ എന്നെ ആൾ വിട്ട് അന്വേഷിച്ചു. മാണിച്ചനെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത ദിനത്തിൽ ഈ വീട്ടിൽ വന്ന് അടുത്തിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ ഇടയായത് പ്രത്യേകം നന്ദി അനുസ്മരിക്കണം. അച്ഛൻ തന്നെ ആരോടോ പറഞ്ഞ് എൻ്റെ ചെവിയിൽ എത്തിച്ചു താറും. അങ്ങ് വാസ്തവത്തിൽ ഞാൻ ധരിച്ചിരുന്നില്ല ഇങ്ങനൊരു മരണാസന്നമായ നിലയിലാണ് കഴിയുന്നതെന്ന്. ഞാൻ വന്ന് കണ്ടപ്പോഴും അത്രയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ദൈവഹിതമനുസരിച്ച്
92 വയസ്സ് വരെ ജീവിത തികവിൽ ജീവിച്ച് കടന്നു പോകാൻ കഴിയുന്നത് മഹത്വത്തിലേക്കുള്ള പ്രവേശനമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ പുരോഹിതൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയവികാരങ്ങൾ അദ്ദേഹത്തിന് ആത്മശാന്തിക്കായിട്ട് സമർപ്പിക്കുകയാണ്.